ഇങ്ങനെ ഓലയും മടിഞ്ഞോണ്ടിരുന്നാ മതിയോ? നിശി അവിടെ നിൽക്ക്. Sir, congratulations. Thank you. ഇപ്പൊ സന്തോഷമായില്ലേ? നീ പിടിച്ചോ, വാ. കയറിക്കോ. ആരേത് ലോക്ക് ചെയ്തിരിക്കുന്നു? എന്തേത് ലോക്ക് ചെയ്തിരിക്കുന്നത്? അത് മുതലാളി. മനസ്സിലായില്ല അല്ലേ? ഞാൻ മനസ്സിലാക്കി തരാം. ഇനി മേലാൽ ഇവിടെ താമസിക്കാൻ അനുവാദമില്ല. അതിന് ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ. റോഡിൽ അരഞ്ഞു തിരിഞ്ഞു കിടക്കുന്ന കണ്ട അലവലാദികളെ കൊണ്ട് താമസിപ്പിക്കാനുള്ളതല്ല ഈ വീട്. മര്യാദയ്ക്ക് സംസാരിക്കണം. തോന്നിയ ദിവസം പറയരുത്. എന്റെ ഭാര്യയെ കൂടി എന്തെങ്കിലും പറഞ്ഞോണ്ടല്ലോ. ഇല്ല നസി, ഇതൊക്കെ കേട്ട് കണ്ണടച്ച് വാപ്പു തിന്നാലേ ചെയ്യാ കുറ്റം സമ്മതിച്ച പോലെയാവും. അയ്യടാ ഒന്ന് പോടാ, അല്ലെങ്കിൽ നീ എന്നെ ഒലത്തും. അവന് കെട്ടാൻ കിട്ടിയ ഒരു പെണ്ണ്. മുതലാളി പോടാ പുറത്ത്. ഇനി അവനെ ഇങ്ങനെ വെറുതെ വിട്ടാ എന്റെ അഭിമാനത്തിന് പ്രശ്നമാവും. ചേച്ചി, ഞാൻ ഈ ലീവ് ലെറ്റർ ഒരു മിനിറ്റ്. അല്ല, ഇനി ഇവിടെ വരണ്ട. ഇതുവഴി തന്നെ മടങ്ങി പോവാം. മടങ്ങി പോവാനോ? എന്തിന്? എവിടെ വേണേലും പോയിക്കോളൂ. നിങ്ങൾക്ക് ഇവിടെ ജോലിയില്ല. ഇതാ ഡിസ്മിസ് ഓർഡർ. ഡിസ്മിസൽ ഓർഡർ? അതെ. മധുവിന്റെ അടുത്തിപ്പോ എനിക്ക് സംസാരിച്ചു നിൽക്കാൻ സമയമില്ല. വേഗം പോകും. എനിക്ക് ഇവിടെ ജോലി ഇല്ല എന്ന് പറയാനുള്ള കാരണം അതറിയാതെ ഞാൻ ഇവിടെ പോകുന്ന പ്രശ്നമില്ല. അതെ, തോന്നുമ്പോ അവധി എടുക്കാനും ഇഷ്ടാനുസരണം ചുറ്റിക്കറങ്ങിയിട്ട് തന്റെ ഇഷ്ടത്തിന് വന്ന് ഇവിടെ ജോലി ചെയ്യാനും ഈ ഓഫീസ് തന്റെ തന്തയിടുന്നല്ലോ. എന്നെ വിട്. ദയവേത് എന്നോട് ദേഷ്യപ്പെടില്ലേ. ഞാൻ സത്യം തുറന്നു പറയാം. ലണ്ടനിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മുതലാളിയുടെ മകൾ സ്വപ്നയെ മധുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നു. അതിനിടയില് മധു മറ്റൊരു പെണ്ണിനെ വിവാഹം ചെയ്തെന്ന് അവരറിഞ്ഞപ്പോ ദേഷ്യപ്പെട്ട് ഈ ഓഫീസിൽ എന്നല്ല ഈ പരിസരങ്ങളിലെല്ലാം തന്നെ മധുവിനെ കുറിച്ച് മോശമായ റിപ്പോർട്ട് പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ നിലയിൽ മധുവിന് ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് പ്രയാസമായിരിക്കും. സാരമില്ല. പിന്നെ ഈ വാശിയും വെല്ലുവിളിയും ഒക്കെ ഈ മധുവിനോട് വേണ്ടാന്ന് തന്റെ മുതലാളിയോട് പോയി പറഞ്ഞേക്കാം. എന്താ പേടിച്ചു പോയോ? വാ പോകാം. കേറ്. ഇതെന്ത് പറ്റി? പെട്രോൾ ഉണ്ടല്ലോ.
കൊള്ളാമല്ലോ സാറേ വണ്ടി. കലക്കം വണ്ടി. ഇമ്പോർട്ടോ എക്സ്പോർട്ട്? ഈ വണ്ടി കലക്കം വണ്ടി മാത്രമല്ല, പുതിയ വണ്ടി, നല്ല പിക്കപ്പും ഉണ്ട്. കാണൂടാ. ഓരോരോ പ്രശ്നങ്ങള്, അതിനിടയിൽ വണ്ടിയും. അടുത്ത വല്ല വർക്ക്ഷോപ്പ് ഉണ്ടോ നോക്കാം. വാ കേറ്. ഈ അടുത്തൊന്നും വർക്ക്ഷോപ്പ് കാണുന്ന ലക്ഷണമില്ല. എന്തായാലും ഈ അസമയത്ത് യാത്ര ചെയ്യുന്നത് അത്ര നല്ലതല്ല. നമുക്ക് ഇവിടെ ഒന്ന് ചോദിച്ചു നോക്കാം. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഹണിമൂണ് നാളെ പോയാലും വിരോധമൊന്നുമില്ലല്ലോ. എന്താണ് സീതിനി ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? പേടിച്ചു പോയോ? നിന്റെ പേടിയൊക്കെ ഞാൻ മാറ്റിത്തരും. എന്താ ഇവിടെ ആരും ഇല്ലെന്നാ തോന്നുന്നു. നമുക്ക് പോവാം. വാ, നടക്ക. ആരാ? മനസ്സിലായില്ലേ? ഞാനൊരു പുരുഷൻ, ഇവിടെ ഒരു സ്ത്രീ. അതെനിക്ക് മനസ്സിലായി. നിങ്ങൾ ആരാന്നാ ചോദിച്ചേ? ഈ ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾ ആരാ? ഞാനിവിടുത്തെ വാച്ച്മാനാ. എല്ലാ കാര്യങ്ങളും ഞാനാ നോക്കുന്നേ. വളരെ സന്തോഷം. ഞങ്ങൾക്ക് ഒരു ദിവസം ഇവിടെ താമസിക്കാൻ. തോന്നുന്നവർക്കെല്ലാം കേറി താമസിക്കാനുള്ള സ്ഥലമല്ല ഇത്. അയ്യോ, ഇതെന്റെ ഭർത്താവാണ്. താമസിക്കാൻ ഒരു സൗകര്യം കിട്ടിയാ കൊള്ളാമായിരുന്നു. അതിന് വാടക എത്ര വേണമെങ്കിലും തരാം. അതിനിത് ലോഡ്ജ് അല്ലല്ലോ. എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കണം. വേണമെങ്കിൽ നാളെ താമസിക്കാം. ഇന്ന് വേറെ ആളുകൾ വരുന്നുണ്ട്.